So today we are going to discuss about the topic mumps. Mumps എന്ന് പറയുന്നത് എന്താണ്? Mumps is an acute viral infection caused by the mumps virus leading to painful swelling of the parotid gland. മംസ് എന്ന് പറയുന്ന ഒരു അക്യൂട്ട് വൈറൽ ഇൻഫെക്ഷനാണ്. ഇത് പരത്തുന്നത് മംസ് വൈറസ് ആണ്. ഇത് പരോട്ടിഡ് ഗ്ലാൻഡ്, നമ്മുടെ സലേവറി ഗ്ലാൻഡിന് സ്വെല്ലിംഗ് ഉണ്ടാക്കുന്നു. ഇതിൻ്റെ കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് മംസ് വൈറസ് ആണ്. ഇതെന്ന് പറയുന്ന ഒരു പാരാമൈക്സോ വൈറസ് ആണ്, ഒരു RNA വൈറസ് ആണ്. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആകാം, ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് സലൈവ ഓർ റെസ്പിറേറ്ററി സെക്രീഷൻ കൊണ്ടാകാം. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 60 to 80 days ആണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫീവർ, ഹെഡേക്ക്, മലേസ്, അതുപോലെ പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ പരോട്ടിഡ് ഗ്ലാൻഡ്, അതുപോലെ ഡിഫിക്കൽട്ടി ഇൻ ചൂവിങ് ഓർ സ്വാലോയിങ്, ചവയ്ക്കുമ്പോഴൊക്കെ വേദന കാണും, അതുപോലെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ഡയഗ്നോസിസ് എന്ന് പറയുന്നത് സെറം അമലേസ് കൂടുന്നതായിട്ട് കാണാം. അതുപോലെ സെറോളജി എന്ന് പറയുന്നത് മംസ് IgM ആൻറ്റിബോഡി നമുക്ക് സെറോളജി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രസൻ്റ് ആയിരിക്കും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം നോ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകിച്ചിന് സ്പെസിഫിക് മംസിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. സപ്പോർട്ടീവ് കെയർ എന്ന് പറയുമ്പോഴത്തേക്കും ബെഡ് റെസ്റ്റ് കൊടുക്കുക, അതുപോലെ അനാൽജസിക്സ് കൊടുക്കുക, ആൻറ്റിപൈററ്റിക്സ് കൊടുക്കുക, വാം ഓർ കോൾഡ് കംപ്രസ് കൊടുക്കുക സ്വെല്ലിംഗ് ഒക്കെ മാറാനായിട്ട്. അതുപോലെ ഹൈഡ്രേഷൻ ആൻഡ് സോഫ്റ്റ് ഡയറ്റ്, പല്ലിനൊക്കെ വേദന കാണാൻ ചോദിക്കുമ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് ഡയറ്റ് വേണം കൊടുക്കാനായിട്ട്. ഐസൊലേഷൻ ഫോർ അബൌട്ട് 5 days ആഫ്റ്റർ ഗ്ലാൻഡ് സ്വെല്ലിംഗ് ബിഗിൻസ്, ഗ്ലാൻഡ് സ്വെല്ല് ചെയ്തതിന് ശേഷമുള്ള 5 ദിവസം കുട്ടിയെ ഐസൊലേറ്റ് ചെയ്യണം. കാരണം കുട്ടിയുടെ ഡ്രോപ്ലെറ്റിൽ നിന്നും ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നിന്നൊക്കെ പകരാൻ ചാൻസ് ഉണ്ടല്ലോ. ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുമ്പം ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം, ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ, MMR വാക്സിൻ, മീസ്ലസ്, മംസ്, റുബെല്ല വാക്സിനാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് 9 to 12 months, സെക്കൻഡ് ഡോസ് 50 to 80 months എടുക്കണം. ഇനി ഇതിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻ, നമ്മളിത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് മെനിഞ്ചൈറ്റിസിന് കാരണമാകാം, അല്ലെങ്കിൽ ഡീഫ്നെസ്, കേൾവി പോകാം, അല്ലെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ്, ഓർക്കൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓഫോറിറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറിയുടെ ഇൻഫ്ലമേഷനാണ്. അപ്പം മംസ്, അതിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇൻക്യുബേഷൻ പീരീഡ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, പ്രിവെൻഷൻ ആൻഡ് കോംപ്ലിക്കേഷനാണ് പറഞ്ഞത്. അപ്പം ഇത്ര